അത് എത്ര തരത്തിലുണ്ട്? രണ്ട് തരത്തില്. ആദ്യം പറയുന്നത് ഡെത്ത്, രണ്ടാമത്തത് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, മൂന്നാമത്തത് എന്താണെന്ന് അറിയാമോ? നാട് കടത്തലായിരുന്നു, അതിപ്പോ ഇല്ല. നാലാമത്തെ ഇംപ്രിസൺമെന്റ് ഓഫ് ടു ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഇംപ്രിസൺമെന്റ് മാത്രമാണ് ടു ഡിസ്ക്രിപ്ഷൻ. ഒന്ന് വിത്ത് ഹാർഡ് ലേബർ എന്ന് പറഞ്ഞാൽ റിഗറസ് ഇംപ്രിസൺ. രണ്ട് വെറും സിമ്പിൾ ഇംപ്രിസൺമെന്റ്, സാധാരണ തടവ് എന്ന് പറയും. അടുത്തത് 4 ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുവകകൾ കണ്ടുകെട്ടൽ, ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. 6 ഫൈൻ. 6 എന്ന് പറഞ്ഞാലും ഇപ്പം മൂന്നാമത്തതില്ല. ഏതാ ഇല്ലാത്ത? നാട് കടത്തലില്ല. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ശിക്ഷിച്ച് ഒരാളെ നേപ്പാളിലേക്ക് വിടുന്നു, അയാൾ അവിടെ സുഖസുന്ദരമായി ജീവിക്കും, അല്ലേ? അല്ലേ? അതെ. ഇന്നിപ്പം മൊബൈലും വാട്സപ്പും പിന്നെ ഗൂഗിൾ മീറ്റും ഒക്കെ ഉണ്ടായത് കൊണ്ട് അയാളിപ്പോൾ എവിടെ പോയാലും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാനും പറ്റും, അല്ലേ? പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഡെത്ത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, പിന്നെ നാട് കടത്തൽ എന്ന് പറയുന്ന പരിപാടി നിർത്തി. പിന്നെ ഇംപ്രിസൺമെന്റ് വിച്ച് ഈസ് ഓഫ് ടു ഡിസ്ക്രിപ്ഷൻ. 1 റിഗറസ് ഇംപ്രിസൺമെന്റ്, 2 സിമ്പിൾ ഇംപ്രിസൺമെന്റ്, 4th അല്ല 5thly എന്താ? ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി, 6thly ഫൈൻ, സെക്ഷൻ 53 ആയി. മനസ്സിലായോ ആ ഭാഗം? മനസ്സിലായി സാർ. മനസ്സിലായി. അപ്പോൾ നിയമോട് വായിച്ചേ. Kinds of punishment. The punishment to which offence are liable under the provision of IPC are: first, death; secondly, imprisonment for life; third, omitted; fourth, imprisonment which is of two description, namely 1 rigorous, that is with hard labor; 2 simple; fifth, forfeiture of property; sixthly, fine, section 53 of IPC. യെസ്, കഴിഞ്ഞോ? ബാക്കി വായിക്കട്ടെ സാർ? അതെ, വായിക്കൂ. The section enumerates the kinds of punishment which can be meted out to offenders under the provisions of the code. These are death, imprisonment for life, rigorous or simple imprisonment, forfeiture of property, and fine. ബാക്കി വായിക്കണോ സാർ? ഇപ്പോ Death sentence may be awarded for offences under section 121, 132, 194, 302, 305, 307, 364A and 396 of the code. Section 303 has been declared unconstitutional in Mithu versus State, AAR 1983, Supreme Court 473. Imprisonment for life. The words imprisonment for life were a substitute for transportation for life by Act 26 of 1955. Imprisonment for life is always rigorous, never simple. State versus Ahmadullah 1961, 3 Supreme Court Record 583 and K.M. Nanavati versus State, AR 1962, Supreme Court 605. Imprisonment for life may be awarded under section 121, 121A, 122, 124A, 125, 128, 130, 131, 132, 194, 195, 225, 225A, 232, 238, 255, 302, 304, 305, 307, 311, 313, 314, 326, 329, 364, 371, 376,
ഈ ഡെപ്സ് നോക്കൂ. 376, 377, 388, 389, 394, 396, 400, 409, 412, 433, 436, 437, 449, 460, 467, 472, 474, 475, 477, and 511 of the code. Yes. The section enumerates the kinds of punishment which can be meted out of the offense under the provisions of the code. ഇപ്പോൾ IPC പ്രകാരം, ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം എത്ര പണിഷ്മെൻ്റ് ഉണ്ടോ ആ പണിഷ്മെൻറ്റുകളെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദീസ് ആർ ഡെപ്സ്. 1 ഡെപ്ത്, 2 ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ്, 3 റിഗറസ് ഇംപ്രിസൺമെൻറ്റ് ഓർ സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ്. അടുത്തത് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് ഫൈൻ. അങ്ങനെ ഇപ്പം നിലവിൽ 5 തരം പണിഷ്മെൻ്റ് ഉണ്ട്. 6 എണ്ണം ലിസ്റ്റിലുണ്ട്, 3-മത്തത് നിലവിലില്ല. മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. അതിന് ഡെപ്ത് പെനാലിറ്റി ഏതിനൊക്കെ കൊടുക്കുന്നു അത് മാത്രമായി പരീക്ഷിച്ചു വെച്ചു. IPCയിൽ ഡെപ്ത് പെനാലിറ്റി ഏതെല്ലാം കേസിനാണ് കൊടുക്കുന്നത് അത് മാത്രമായി ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. മുനിസിപ്പൽ മജിസ്ട്രേറ്റിൻ്റെ ടെസ്റ്റിന് ചോദിച്ചിട്ടുണ്ട്, ജില്ലാ ജഡ്ജിയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, LLB-കാരുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രം മതി. ഡെത്ത് സെൻറ്റൻസ് മേ ബി അവാർഡഡ് ഇൻ ദ ഒഫൻസ് ഓഫ് 121. 121 രാജ്യദ്രോഹം, ഡെത്ത് പെനാൽറ്റി കൊടുക്കാം. 132 ഡെത്ത് പെനാൽറ്റി കൊടുക്കാം. 194 302 എന്തുവാ മർഡർ. 305 307 364A 396 ഓഫ് സെക്ഷൻ 303 ഉണ്ടായിരുന്നു. അത് മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ AR 1983 ഇത് എടുത്തു മാറ്റി. അപ്പോൾ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കാവുന്ന സെക്ഷൻ ഏതൊക്കെ? 121, 132, 194, പിന്നെ 302, 305, 307, 364A, പിന്നെ 396 മുതലായ സെക്ഷനിലാണ് ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത്. 303 ഡെത്ത് പെനാൽറ്റി കൊടുക്കാമായിരുന്നു, ഇപ്പം നിലവിലില്ല. മനസ്സിലായോ? മനസ്സിലായി സാർ. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഇതിലൊക്കെ കൊടുക്കാം. The word imprisonment for life were substituted for the transportation of life. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ലൈഫിന് പകരമാണ് എന്ത് പറയുന്നത്? ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് ഇപ്പം പറയും. ബൈ ദ അമെൻമെന്റ് ആക്ട് 26 of 1955 1955 26-ാമത്തെ 26-ാമത്തെ ഭേദഗതിയിലൂടെ 1955 26-ാമത്തെ ഭേദഗതിയിലൂടെയാണ് എന്ത് വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ ഇംപ്രിസൺമെന്റ് എന്ന് മാറുന്നത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് മാറുന്നത്. ട്രാൻസ്പോർട്ടേഷന്റെ പേര് മാറ്റി ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഈസ് ഓൾവേസ് റിഗറസ്. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിഗറസ് ആണ്, നെവർ സിമ്പിൾ. എപ്പോഴും എന്തല്ല? സിമ്പിൾ അല്ല. ഇംപ്രിസൺമെന്റ് എന്ന് മാത്രം പറഞ്ഞാലാണ് റിഗറസ് ആണോ സിമ്പിൾ ആണോ എന്ന ക്വസ്റ്റ്യൻ വരുന്നത്. ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിഗറസ് ആണ്. സ്റ്റേറ്റ് വേഴ്സസ് എന്താണ്? അഹമ്മദുള്ള. അതിനുശേഷം എന്താ? നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് എന്ന് മാത്രം പഠിച്ചാൽ പോലെ കേട്ടോ. നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസ് നിങ്ങൾക്ക് വളരെ കഥ പോലെ പഠിക്കാവുന്നൊരു കേസ്. AR 1962 സുപ്രീം കോർട്ട് 605. നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസിൻ്റെ കഥ ഹിന്ദിയിലും ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിലെല്ലാം സിനിമയായിട്ടുണ്ട്.
ഒരു തവണ ഒരു മാഗസിനിൽ നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസിൻ്റെ കഥ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. അന്ന് ഞങ്ങൾ ലോ കോളേജിൽ ഫസ്റ്റ് ഇയർ LLB പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ കേസ് പഠിപ്പിക്കുന്ന സമയത്താണ് അതിൽ വന്നത്. അപ്പോൾ അവിചാരിതമായി ഞങ്ങളത് കാണുകയും അത് വാങ്ങി വായിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ വാരികയിൽ വന്ന് വാങ്ങി വായിച്ചപ്പോഴാണ് ആ കഥ കൃത്യമായി മനസ്സിലാവുന്നത്. അപ്പോൾ നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര അങ്ങൊരു കഥയാണ്. ഒത്തിരി സിനിമകൾക്ക് ഇതിവൃത്തമായിട്ടുണ്ട്. നിങ്ങൾക്ക് ലോ കോളേജ് ചെല്ലുമ്പോൾ വളരെ വിശാലമായ കഥ പറഞ്ഞു സാർ. അങ്ങനെ ഇംപ്രിസൺമെൻ്റ് ഏതിനൊക്കെ കിട്ടും? ലൈഫ് 121 കിട്ടും, 121A കിട്ടും, 122 കിട്ടും. 124A ഇപ്പോൾ ഇല്ല കേട്ടോ, സുപ്രീം കോടതി മരവിപ്പിച്ചു. രാജ്യദ്രോഹ കുറ്റമാണ് 124A. ആ 124A എന്ന് പറയുന്ന റൗണ്ട് കിട്ടും. പിന്നെ 125 കിട്ടും, 125. പിന്നെ 28, 130, 131, 132, 194, 195, 225, 225A, 232, 238, 255, 302, 304, 305, 307, 311, 313, 314, 326, 329, 364, 371, 376, 377, 388, 389, 394, 96, 400, 409, 412, 433, 436, 37, 49, 449, 460, 467, 72, 74, 73, സോറി 74, 75, 77, 511. ഇത്രയും സെക്ഷനുകൾക്ക് എന്ത് കിട്ടാം? ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് കിട്ടാം. ഇംപ്രിസൺമെൻറ്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിഗറസാണ്. റിഗറസ് എന്ന് പറഞ്ഞാൽ ഇത് ഹാർഡ് ലേബർ. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. DMോള് വായിച്ചേ. Death sentence may be awarded for offence under Section 121, 132, 194, 102, 105, 107, 154A, and 196 of the Code. Section 303 has been declared unconstitutional in Mitu versus State. All India Reporter 1983 says Supreme Court 473. Imprisonment for life. The word imprisonment for life was substituted for transportation for life by Act Yes. 16 of 1955. Imprisonment for life is always rigorous, never simple. State versus Ahmadullah 1961 3 CR 583 and KM Nanavati versus State AR 1962 Supreme Court 605. Imprisonment for life may be awarded under Section 121, 121A, 122, 124A, 125, 128, 130, 131, 132, 194, 195, 225, 225A, 232, 238, 255, 302, 304, 305, 307, 311, 313, 314, 326, 329, 364, 371, 376, 377, 388, 389, 394, 396, 400, 409, 412, 433, 433, 36, 437, 449, 460, 467, 472, 474, 475, 477, and 511 of the Code. Yes. അടുത്ത് മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. യെസ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇൻറ്റൻഷൻ, മോട്ടീവ് ആൻഡ് നോളജ്. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്ന ആഗ്രഹം. നോളജ് അറിവ്. മോട്ടീവ് എന്താണ്? എന്തിനു വേണ്ടിയാണ് കുറ്റം ചെയ്യുന്നത്?
അപ്പോൾ എനിക്ക് അഞ്ജുഷയോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. അഞ്ജുഷയെ കൊല്ലണമെന്ന് തീരുമാനിച്ചു. അഞ്ജുഷയെ കുത്തിക്കൊന്നു. അപ്പോൾ പോലീസുകാരൻ ആദ്യം പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ മോട്ടീവ്? അഞ്ജുഷയോട് തീർത്താൽ തീരാത്ത പകയുണ്ടായി. എങ്ങനെ? അസൂയ, പകയുണ്ടായി. ആ പകയിൽ നിന്ന് കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലുന്നതിന് വേണ്ടി ആയുധം ശേഖരിച്ചു. അതെന്താണ്? ഇൻറ്റൻഷൻ. കൊല്ലണമെന്ന്. പിന്നെ പ്രിപ്പറേഷൻ, അറ്റംപ്റ്റ്, കമ്മീഷൻ. അപ്പോൾ ഇൻറ്റൻഷൻ പ്രശ്നമാണ്, നോളജ് അറിവ് പ്രശ്നമാണ്, മോട്ടീവും പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. 1, 2, 3, 4 പാരഗ്രാഫ്. 5 ദിവസം വായിച്ചേ. Intention, knowledge, and motive. The, the intent and the act must both concur to constitute a crime. A criminal offense is only committed when an act which is forbidden by law is done voluntarily. English jurists give the name of mens rea to the violation, which is the motive force behind the criminal act. In common law, it is said actus non facit rea nisi mens rea. When a person commits a wrong, he is said to be liable for it. Criminal liability arises when a person commits an act which is criminal in nature. The person committing the criminal act is liable to be punished by the state through the machinery of criminal justice, as for instance, imprisonment, fine, etc. In the case of civil wrongs, the wrongdoer is liable to pay damages to the aggrieved party or of specific performance, etc. Thus, while the object of civil proceedings is to enforce rights, the object of criminal proceedings is to punish wrongs. Civil liability can be said to be remedial, while criminal liability is mainly penal. However, while punishment is a predominant feature in criminal proceedings, it is not always the case, just as punishment is not always absent in civil proceedings. For example, a juvenile offender may be let off with a warning. Likewise, a person can be imprisoned if he disobeys an injunction of the court. Criminal or penal liability is said to arise when the under noted conditions exist: guilty mind and a criminal act. യെസ്, ഇവിടെ നോക്കൂ. ദ ഇൻറ്റൻഷൻ, മെൻ്റൽ ഇൻറ്റൻഷൻ, ചെയ്യണമെന്നുള്ള ഇൻറ്റൻഷൻ, താല്പര്യം. ആൻഡ് ദ ആക്ട്, പ്രവർത്തി. മസ്റ്റ് ബോത്ത് കോൺകർ ദി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ക്രൈം. ഒരു കുറ്റമുണ്ടാകണമെങ്കിൽ ഇൻറ്റൻഷൻ വേണം, മനസ്സിലൊരു താല്പര്യം. താല്പര്യം മാത്രം ഉണ്ടായാൽ പോരാ, ഒരാക്ട് വേണം. ഇൻറ്റൻഷനുമായി സംബന്ധിച്ചൊരു പ്രവൃത്തി വേണം. അങ്ങനെ ഇൻറ്റൻഷനും പ്രവൃത്തിയും ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ക്രൈം ആവുകയുള്ളൂ. എ ക്രിമിനൽ ഒഫൻസ് ഈസ് ഓൺലി കമ്മിറ്റഡ് വെൻ ആൻ ആക്ട് which is forbidden by law is done voluntarily. സ്വമേധയ, വോളണ്ടറിലി എന്ന് പറയുന്നത് സ്വമേധയ. നിയമം പ്രൊഹിബിറ്റ് ചെയ്ത ഒരാക്ട് ഇൻറ്റൻഷനോടുകൂടി ഒരാൾ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഒരു ക്രൈം ഉണ്ടാകുന്നത്. എ ക്രിമിനൽ ഒഫൻസ് ഈസ് ഓൺലി കമ്മിറ്റഡ് വെൻ ആൻ ആക്ട് വിച്ച് ഈസ് ഫോർബിഡൻ ബൈ ലോ. ഫോർബിഡൻ ബൈ ലോ, നിയമം അനുശാസിക്കാത്ത, ചെയ്യരുത് എന്ന് പറയുന്നത്, ഈസ് ഡൺ വോളണ്ടറിലി. വോളണ്ടറിലി, സ്വമേധയാ ചെയ്യും. The English jurists give the name of mens rea to the violation of which is the motive force behind the criminal act. അങ്ങനെ ഇംഗ്ലീഷ് ജൂറിസ്പ്രുഡൻസ് ഇങ്ങനെയുള്ള മെൻ്റൽ എലമെൻറ്റിനെയും ആക്ടിനെയും ചേർത്ത് എന്ത് പറഞ്ഞിട്ടു? മെൻസ് റിയ എന്ന് പറഞ്ഞിട്ടു. മെൻസ് റിയ, മെൻ്റൽ എലമെൻറ്റ്. അതിനെ മൊത്തത്തിൽ ഇങ്ങനെ പറയും, എന്താണ്? It is said that actus non facet reum nisi mensit rea. IPC-യിൽ LLB-ക്കാർ ആദ്യമായി പഠിക്കുന്ന മാക്സിമാണ്
എന്താണ്? ആക്ടസ് നോൺ ഫെർസിട്രിയം നിസ്സി മെൻസിട്രിയ. മനസ്സിലായോ? ആക്ടസ് നോൺ ഫെർസിട്രിയം നിസ്സി മെൻസിട്രിയ എന്ന മാക്സിമാണ് ഒരു LLB സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു വക്കീല് ആദ്യമായി പഠിക്കുന്ന മാക്സിം. അതാണ് എന്താ പറഞ്ഞേ? എ മെൻ്റൽ എലമെന്റ്, an act without mental element is not a crime. ഒരു പ്രവൃത്തി കുറ്റകരമാണെങ്കിലും ഫോർബിഡൻ ബൈ ലോ ആണെങ്കിലും മെൻ്റൽ എലമെൻ്റ് ഇല്ലെങ്കിൽ അതെന്തല്ല, കുറ്റമല്ല എന്നാണ് ആക്ടസ് നോൺ ഫെർസിട്രിയം നിസ്സി മെൻസിട്രിയ പറയുന്നത്. മറന്നു പോകരുത്. പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. IPCയിൽ 511 സെക്ഷനേ ഉള്ളൂ. 1860 മുതൽ 2022 വരെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ 511 സെക്ഷനാണ്. അതുകൊണ്ട് എല്ലാ സെക്ഷനും പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി സാർ. When a person commit a wrong, എപ്പോഴാണോ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുന്നത്, എന്താണ് തെറ്റെന്ന് പറഞ്ഞാൽ ഫോർബിഡൻ ബൈ ലോ ചെയ്യുന്നത്, he is said to be liable for it. അയാൾ അതിന് ലൈബിളാണ്, പണിഷ്മെന്റിന് ലൈബിളാണ്. Criminal liability arises when person commit an act which is criminal in nature. ക്രിമിനൽ ലൈബിലിറ്റി ഉണ്ടാകുന്ന എപ്പോഴാണ്? ക്രിമിനൽ പ്രൊസീജിയറൽ കോഡ് പറയുന്നത് അനുസരിച്ച് അങ്ങനെ ഫോർബിഡൻ ബൈ ലോ, നിയമം അനുശാസിക്കാത്തത് ചെയ്യുമ്പോഴാണ്. ചെയ്യാൻ പാടില്ല എന്ന് നിയമം പറയുന്നത് ഒരുത്തൻ ചെയ്താൽ he should be under criminal liability. The person committing a criminal act is liable for punished by state through the machinery of criminal justice. അങ്ങനെ ഒരാൾ ഫോർബിഡൻ ബൈ ലോ ആക്ട് ചെയ്താൽ he is punished by criminal justice. ക്രിമിനൽ നീതി നിർവഹണത്തിന്റെ ഭാഗമായി അയാളെ ശിക്ഷിക്കപ്പെടും. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? As for instance, imprisonment and fine. അയാൾക്ക് ഇംപ്രിസൺമെന്റ് കിട്ടാം, പിന്നെന്ത് കിട്ടാം? ഡെപ്ത് കിട്ടാം, പിന്നെന്ത് കിട്ടാം? ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി കിട്ടാം, പിന്നെന്ത് കിട്ടാം? ഫൈൻ കിട്ടാം. ഡെപ്ത്, imprisonment for life, imprisonment for rigorous and simple, forfeiture of property, fine. ഈ 5 സാധനം ഏത് ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റെല്ലാം പറയണം. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സാർ. ഇൻ കേസ് ഓഫ് സിവിൽ റോങ്, ഒരാളൊരു സിവിൽ റോങ് ചെയ്താൽ, അവിടെ ഒഫൻസ് ചെയ്താലെന്നല്ല പറഞ്ഞേക്കുന്നത്, ക്രൈം ചെയ്താലെന്നല്ല പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിക്കണം. സിവിൽ വന്നപ്പോൾ നമുക്ക് റോങ് ആയി. ക്രിമിനൽ കാര്യം പറഞ്ഞപ്പോൾ ക്രൈം എന്ന് പറഞ്ഞു, 2 ഒഫൻസ് എന്ന് പറഞ്ഞു, 3 ഫോർബിഡൻ ബൈ ലോ എന്ന്. അങ്ങനെ ഒരു ക്രിമിനൽ ക്രൈം ചെയ്താൽ the wrongdoer is liable to pay damages to the aggrieved party. wrongdoer സിവിൽ കേസിൽ അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്ത് കൊടുക്കണം? കോമ്പൻസേഷൻ കൊടുക്കണം, ഡാമേജസ് കൊടുക്കണം. ഡാമേജ് എന്നല്ല പറഞ്ഞേക്കുന്നത്, ഡാമേജസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ചോ? നഷ്ടം. ഓർ സ്പെസിഫിക് പെർഫോമൻസ്. എന്താണ് സ്പെസിഫിക് പെർഫോമൻസ്? സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ അഞ്ജുഷയുടെ വീട്ടിൽ ഒരാള് വീട് പണി ചെയ്യാം എന്ന് പറഞ്ഞു. ശരി, അയാളെ വീട് പണി ചെയ്യിപ്പിച്ചു. എന്നിട്ടെന്ത് പറഞ്ഞു? ഫൗണ്ടേഷനും ബേസ്മെന്റും കെട്ടി ബെൽറ്റ് ഇട്ട് തന്നാൽ മതി, തൽക്കാലം അത്രേ പൈസയേ ഉള്ളൂ, അത് ചെയ്തിട്ട് നിർത്തിക്കോ, ബാക്കി പണി പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഫൗണ്ടേഷനും ബേസ്മെന്റും കെട്ടുന്നതിന് വേണ്ടി 1,50,000 രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടത്.
1.5 ലക്ഷം രൂപയിൽ 1.5 ലക്ഷം രൂപയെ അഞ്ചിഷ കൊടുത്തു. അയാൾ പകുതിയാക്കി കളഞ്ഞിട്ട് പോയി. നമുക്ക് ഫൗണ്ടേഷൻ ബേസ്മെന്റ് കെട്ടണമോ കോമ്പൻസേഷൻ കിട്ടണമോ? എന്താ നമുക്ക് ആവശ്യം? നമുക്ക് ഫൗണ്ടേഷന്റെ ബേസ്മെന്റ് കംപ്ലീറ്റ് ആക്കണം എന്നാണ് നമ്മുടെ ആവശ്യമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് സ്പെസിഫിക് പെർഫോമൻസ് ആണ്. നിന്റെ പണി മതി, ഞങ്ങൾക്ക് എൻ്റെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് ഡാമേജസ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. അപ്പോൾ ഡാമേജസ് എപ്പോഴാണ് കൊടുക്കുന്നത്, സ്പെസിഫിക് പെർഫോമൻസ് എപ്പോഴാണ് കൊടുക്കുന്നത് എന്നൊക്കെ ആലോചിക്കണം. എന്താണ്? കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ അയാൾ ചെയ്യണം എന്നാണ് നമ്മൾ കോടതിയിൽ പറയുന്നതെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കേസ് സ്പെസിഫിക് പെർഫോമൻസ് ആണ്. അയാളുടെ സ്വഭാവമൊക്കെ നമുക്ക് മനസ്സിലായി, അയാൾ ഇനി യാതൊരു പണിയും ചെയ്യണ്ട, എൻ്റെ നഷ്ടപ്പെട്ട പൈസ ഇങ്ങ് തന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡാമേജസ് ആണ്. അടുത്തത്, thus while the object of civil proceeding is to enforce rights. അപ്പോൾ സിവിൽ കോടതി എന്തിനായിരിക്കുന്നേ? അവകാശം നടപ്പാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്. The object of criminal proceeding is punish the wrongs. ക്രിമിനൽ കോടതി എന്തിനായിരിക്കുന്നേ? നഷ്ടം നികത്തി കൊടുക്കാനല്ല. അപ്പോ ഒരു പുരുഷനെ കുത്തിക്കൊന്നു, ഒരു പുരുഷൻ മരിച്ചാൽ അച്ഛനും അമ്മയ്ക്കും മകനായിരിക്കും, ഭാര്യയ്ക്ക് ഭർത്താവായിരിക്കും, മക്കൾക്ക് അച്ഛനായിരിക്കും നഷ്ടം, സഹോദരിക്ക് സഹോദരൻ നഷ്ടപ്പെട്ട് കാണും. ഓക്കെ, സഹോദരന്മാർക്കും സഹോദരൻ നഷ്ടപ്പെട്ട് കാണും. സഹോദരനെ തിരിച്ചു കൊണ്ടുപോവാ, ചത്തവനെ കൊണ്ടുപോവാ, അങ്ങനെ പറയാനല്ല ക്രിമിനൽ കോടതി ഇരിക്കുന്നത്. അന്ന നഷ്ടം കൊടുക്കുക എന്ന് പറയാനല്ല ക്രിമിനൽ കോടതി ഇരിക്കുന്നത്. ക്രിമിനൽ കോടതി കുറ്റക്കാരനെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. മനസ്സിലായോ? Civil liability can be said to be remedial while criminal liability maintaining penal laws. സിവിൽ ലൈബിലിറ്റി അവരുടെ ഡാമേജസ് നികത്തുന്നതിന് വേണ്ടിയും ക്രിമിനൽ ലൈബിലിറ്റി കുറ്റക്കാരനെ ശിക്ഷിച്ചുകൊണ്ട് നിയമം നടപ്പാക്കുന്നതിലൂടെ സമാധാന അന്തരീക്ഷം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ക്രിമിനൽ ലോ നിലകൊള്ളുന്നത്. ഹൗവർ എന്നിരുന്നാലും while the punishment is predominant features in criminal proceeding, and punishment in predominance, ഇന്ന കുറ്റമാണെങ്കിൽ ഇന്ന ശിക്ഷ എന്ന് മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. predominance ആണ്. It is not always in the case, just as punishment is not always absent in civil proceedings. എപ്പോഴും സിവിൽ പ്രൊസീഡിങ്സിൽ ശിക്ഷയില്ല, എന്തേ ഉള്ളൂ? കോമ്പൻസേഷനേ ഉള്ളൂ. നോ പണിഷ്മെന്റ്. ഫോർ എക്സാമ്പിൾ, എ ജുവനൈൽ ഒഫൻഡർ മേ ബി ലെറ്റ് ഓഫ് വിത്ത് എ വാണിംഗ്. 18 വയസ്സിന് താഴെയുള്ള ഒരു കുറ്റവാളി ഉണ്ടെങ്കിൽ അവനോട് പറയും മേലാൽ ആവർത്തിക്കരുതെന്ന് പറയും, വാണിംഗ് കൊടുക്കും. Likewise, a person can be imprisoned if disobeys injunctions of the court. കോടതി, ഒരു സിവിൽ കോടതി ഒരു ഉത്തരവിട്ടു, ഇഞ്ചങ്ഷൻ ഇട്ടു, അതനുസരിക്കാത്ത ആളെ പിടിച്ചകത്തിടാനും ആർക്ക് അധികാരമുണ്ട്? സിവിൽ കോടതിക്ക് അധികാരമുണ്ട്. അതിനെ നമ്മൾ സിവിൽ പ്രിസൺ എന്ന് പറയും. എന്ത് പ്രിസൺ? സിവിൽ പ്രിസൺ. മനസ്സിലായോ? സിവിൽ പ്രിസൺ. Okay. Criminal or penal liability is said to arise when under not a condition exists. Guilty mind. എന്താണ് പറഞ്ഞത്? താഴെ പറയുന്ന 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ആകും, ശിക്ഷിക്കും. ഏതാണ്? 1 ഗിൽറ്റി മൈൻഡ്, 2 criminal acts. Criminal act means
an act forbidden by law. ഒരു ആക്ടിനെ നിയമം ഫോർബിഡൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രിമിനൽ ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ മക്കളെ? മനസ്സിലായില്ല. യെസ്. വായിക്കാനുള്ള ആളാരാന്ന് വെച്ചാൽ വായിക്കോളൂ. Intention, knowledge, and motive. The intent and the act must both concur to constitute a crime. A criminal offense is only committed when an act which is forbidden by law is done voluntarily. English jurists give the name of mens rea to the violation, which is the motive force behind the criminal act. In common law, it is said, actus non facit ream nisi mens fit ream. When a person commits a wrong, he is said to be liable for it. Criminal liability arises when a person commits an act which is criminal in nature. The person committing the criminal act is liable to be punished by the state through the machinery of criminal justice, as for instance, imprisonment, fine, etc. In case of civil wrong, the wrongdoer is liable to pay damage to the aggrieved party or a specific performance, etc. Thus, while the object of civil proceeding is to enforce right, the object of the criminal proceeding is to punish wrong. While civil liability can be said to be remedial, while criminal liability is mainly penal. However, while punishment is a predominant feature in the criminal proceedings, it is not always the case, just as punishment is not always absent in civil proceedings. For example, a juvenile offender may be let off with a warning. Likewise, a person can be imprisoned if he disobeys an injunction of the court. Criminal or penal liability is said to arise when the under noted condition exists a guilty mind and b criminal act. ആ വായിച്ചോ? മനസ്സിലായോ? വായിച്ചോ? വായിച്ചു സാർ. മനസ്സിലായോ? മനസ്സിലായി സാർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അത് നോക്കൂ, റോങ്ഫുൾ ആക്ട്. റോങ്ഫുൾ ആക്ട് എടുത്താൽ ഇന്ന് തീരത്തില്ല. എങ്കിൽ ഈ പേജ് നമുക്ക് കവർ ചെയ്യാം. ദേ Okay, sir. സെക്ഷൻ 32. സെക്ഷൻ 32 റോങ്ഫുൾ ആക്ട്. പണിഷ്മെന്റ് എവിടാ പറഞ്ഞേ? സെക്ഷൻ 53. മനസ്സിലായോ? മനസ്സിലായി സാർ. Section 32 of Indian Penal Code states, in every part of this code except whether the contrary intention appears from the context. സാഹചര്യം മറിച്ച് പറയാത്ത പക്ഷം എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്താണ്? എക്സെപ്റ്റ് വെദർ ദ കോൺട്രറി ഇന്റൻഷൻ അപ്പിയേഴ്സ് ഫ്രം ദ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സാഹചര്യാൽ അല്ലെങ്കിൽ സന്ദർഭവശാൽ മറിച്ചു പറയാത്ത പക്ഷം എവരി പാർട്ട് ഓഫ് ദ കോഡ് റോങ്ഫുൾ ആക്ട് എന്ന് പറഞ്ഞാൽ ദ വേർഡ് വിച്ച് റെഫേഴ്സ് ആക്ട് ഡൺ എക്സ്റ്റെൻസ് ഓൾസോ ആൻ ഇല്ലീഗൽ ഒമിഷൻ. ആക്ട് എന്ന് പറയുന്ന അതേ സ്ഥലത്ത് തന്നെ ഇല്ലീഗൽ ഒമിഷനും ആക്ടാണ്. എന്താണ് ഇല്ലീഗൽ ഒമിഷൻ? ഒരു കുട്ടി ജനിച്ചു, ഒരു വയസ്സേ ആയിട്ടുള്ളൂ, ഒരു ദിവസമേ ആയിട്ടുള്ളൂ. അതിൻ്റെ അമ്മ മുലപ്പാൽ കൊടുക്കുന്നില്ല. ഇറ്റ് ഈസ് ഇല്ലീഗൽ ഒമിഷൻ.
മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തി നിയമപരമായോ സന്ദർഭപരമായോ ജന്മനായോ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നാൽ അതിനെയാണ് ഇല്ലീഗൽ ഒമിഷൻ എന്ന് പറയുന്നത്. That omission is also a wrongful act. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. ഞാൻ നിങ്ങളടുത്തൊരു കേസ് പറഞ്ഞു തന്നിട്ടില്ലേ? ഒരു പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടി, അച്ഛനും അമ്മയും കൊണ്ട് വളർത്തി, അത് MBBS കാരിയായി, ക്രിസ്ത്യാനിയായിരുന്നു അമ്മയും അച്ഛനും. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും ഒരു പഞ്ചാബി അച്ഛനും അമ്മയും വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകളാണ്, പഞ്ചാബിയെ കെട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ മുലപ്പാലിന് നിഷേധിച്ചതിന് വേണ്ടി കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞൊരു കേസിനെ കുറിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, കേസ് പറഞ്ഞില്ല. അങ്ങനാണെങ്കിൽ ഞാൻ അങ്ങനൊരു കേസുണ്ട്, ഇല്ലീഗൽ ഒമിഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട കേസാണ്. മുലപ്പാൽ നിഷേധിച്ചാൽ കോമ്പൻസേഷൻ കിട്ടുമോ എന്ന ചോദ്യത്തിന് അങ്ങനെയൊരു കേസുണ്ട്. അടുത്തത് സെക്ഷൻ 33 സ്റ്റേറ്റ്സ് ദാറ്റ്. സെക്ഷൻ 33 ഇങ്ങനെ പറയുന്നു. എന്നിങ്ങനെ പറയുന്നു: The word act denotes as well as a series of acts as a single act. The word omission denotes as well as series of omission and single omission. അപ്പോൾ wrongful act എന്ന് പറയുന്നത് 32 പറയും. പിന്നെന്തോ പറയും? The word act എന്ന് പറഞ്ഞാൽ 33 പറയും. ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയും വരാം, കണ്ടിന്യൂസ് ആയ സീരീസ് ഓഫ് പ്രവൃത്തികളും വരാം. ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒമിഷനും വരാം, സീരീസ് ഓഫ് ഒമിഷനും വരാം. അടുത്തത് the word act means a motion or a motion of the body consequence upon the determination of the will coupled with more immediate consequence of such motions or motions. Act includes omission for intentional non-action which to be punished must be illegal as well as well. എന്താ പറഞ്ഞേക്കുന്നേ? എന്തെങ്കിലും മനസ്സിലായോ? ആക്ട് എന്ന് പറഞ്ഞാൽ മോഷൻ, ചലനവും വരും. മോഷൻ ഓഫ് ബോഡി ഈസ് കോൺസിക്വൻസ് അപ്പോൺ ദ ഡിറ്റർമിനേഷൻ ഓഫ് എ വിൽ. ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ ബോഡി ചലിപ്പിക്കുന്നതും ആക്ഷനാണ്. കപ്പിൾഡ് വിത്ത് മോർ ഇമ്മീഡിയറ്റ് കോൺസിക്വൻസ്. അങ്ങനെ ഞാൻ എൻ്റെ ബോഡി ചലിപ്പിക്കുന്നു, അതോടുകൂടി മറ്റൊരാൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കോൺസിക്വൻസ് ഉണ്ടാകുന്നു, വേദന ഉണ്ടാകുന്നു, മുറിവുണ്ടാകുന്നു, അസഹ്യത അനുഭവപ്പെടുന്നു. Consequence of such motion or motions includes a consequence of പിന്നെന്താ പറഞ്ഞേ? ഒമിഷൻ ഓഫ് ഇൻറ്റൻഷണൽ നോൺ ആക്ഷൻ. ഒരാൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യാതിരുന്നു, അതുകൊണ്ട് മറ്റൊരാൾക്ക് എന്തായി? ബുദ്ധിമുട്ടുണ്ടായി ശരീരത്തിന്. ഉദാഹരണത്തിന് നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ ലൈഫ് ഗാർഡ് എന്ന് പറഞ്ഞൊരു ജോലിക്കാരൻ, ലൈഫ് ഗാർഡ്. തിര അമിതമായിട്ട് വന്നാലോ ഒരാൾ കടലിലേക്ക് ഇറങ്ങിയാലോ ലൈഫ് ഗാർഡിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരു ലൈഫ് ഗാർഡ് അവിടെ കയ്യും കെട്ടി ഇരിക്കുകയാണ്. തിര അമിതമായി വന്നു, തിര നാട്ടുകാരുടെയൊക്കെ പുറത്തൊക്കെ അടിച്ചു, ആർക്കെങ്കിലുമൊക്കെ എന്തുണ്ടായി? ശ്വാസതടസ്സമോ ശ്വാസം മുട്ടലോ ഒക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ആരെങ്കിലും ഒഴുക്കിപ്പെട്ടു പോയി. സോ ഇറ്റ് ഈസ് കോൾഡ് ഇല്ലീഗൽ ഒമിഷൻ. ദാറ്റ് ഈസ് ഓൾസോ എമൗണ്ട് ടു എ ക്രൈം. ആക്റ്റിൽപ്പെടും. ഇല്ലീഗൽ ഒമിഷൻ ഈസ് ഓൾസോ ആക്ട്. മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. അപ്പോൾ വായിച്ചേ കേൾക്കാം. Wrongful Act, Section 32 of the IPC states, in every part of this code except where a contrary intention appears from the context, words which refer to acts done intend also to illegal omissions. Section 33 states, the word act denotes as well as a series of acts as a single act. The word omission denotes as well as a series of omissions as a single omission.
The word act means a motion or motions of the body consequent upon the determination of the will, coupled with the more immediate consequences of such motion or motions. Act includes omission or intentional non-action, which to be punishable must be illegal as well. യെസ്. രണ്ടുപേരും വായിച്ചോ? ഇല്ല സാർ. ആ, മോള് വായിച്ചു കേട്ടെ. Wrongful act. Section 32 of the Indian Penal Code states, in every part of this code except where a contrary intention appears when the context words which refers to acts done extend also to legal omission. Section 33 states the word act denotes as well as a series of acts as a single act. The word omission denotes as well as a series of omission as a single omission. The word act means a motion or motion of the body consequent upon the determination of the will, coupled with the more immediate consequence of such motions or motions. Act includes omission or intentional non-action, which to be punished must be illegal as well. യെസ്. ഇപ്പോൾ നിർത്താം ഇന്നത്തെ പരിപാടി.